السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 45-ാം അധ്യായം സൂറത്ത് ജാസിയ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم تنزيل الكتاب من الله العزيز الحكيم. تنزيل الكتاب من الله العزيز الحكيم. ऊंची आवाज से पढ़ें. إن في السماوات والأرض لآيات للمؤمنين. إن في السماوات والأرض لآيات للمؤمنين. وفي خلقكم وما يبث من دابة آيات لقوم يوقنون. وفي خلقكم وما يبث من دابة آيات لقوم يوقنون. സൂറത്തുൽ ജാസിയയിലെ ആദ്യത്തെ 4 ആയത്തുകളുടെ അർത്ഥവും ചെറിയ തോതിൽ അതിൻ്റെ വിശദീകരണവും നമുക്കൊന്ന് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഹമീം നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ വിശദീകരിച്ചിരുന്നു. സൂറത്തു ദുഖാനും ആരംഭിക്കുന്നത് ഹമീം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അറബി ഭാഷയിലെ 2 അക്ഷരങ്ങൾ കേവല അക്ഷരങ്ങൾ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒക്കെ പണ്ഡിതന്മാർക്ക് മുഫസ്സിറുകൾക്ക് ഇടയിൽ ഈ വിഷയമായി ഉണ്ടെങ്കിലും അതിലെ അന്തിമമായ വാക്ക് അറബി ഭാഷയിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് തന്നെയാകുന്നു ഈ ഖുർആൻ. അതുകൊണ്ട് മക്കാ മുശ്രിക്കുകളോട് പറയുന്നത്, നിങ്ങൾക്ക് സുപരിചിതമായ അക്ഷരങ്ങളും വാക്കുകളും മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്കിത് അള്ളാഹുവിങ്കൽ നിന്ന് ഉള്ളതല്ല എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ സംശയിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് സുപരിചിതമായ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച്, അറബിയിലെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ വിശുദ്ധ ഖുർആന് സമാനമായ മറ്റൊരു വിശുദ്ധ ഖുർആൻ നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾക്കതിന് സാധ്യമല്ലല്ലോ എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയം എന്നൊക്കെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത്. അല്ലാഹു അഅലം. ഹ മീം രണ്ടാമത്തെ ആയത്ത്. ഒന്നാമത്തെ ആയത്ത് ഹ മീം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആയത്ത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. തൻസീൽ അവതരണം അഥവാ അവതരിപ്പിക്കുന്നത്, അവതരിപ്പിക്കൽ. അൽ കിതാബി ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം, അല്ലെങ്കിൽ ഈ കിതാബ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. മിനല്ലാഹി അള്ളാഹുവിങ്കൽ നിന്നുള്ള അവതരണമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ, അഥവാ അള്ളാഹു ആകുന്നു വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് എന്നർത്ഥം. അൽ അസീസ് പ്രതാപശാലിയായ അള്ളാഹു. അൽ ഹക്കീം തത്വജ്ഞാനി അല്ലെങ്കിൽ അഗാധജ്ഞാനിയുമായ അള്ളാഹു. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം, ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണം പ്രതാപിയും യുക്തിമാൻ അഥവാ സർവജ്ഞനുമായ അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഈ ആയത്തിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്, പല സൂറത്തിലും നമ്മൾ പഠിച്ചതാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു ഗ്രന്ഥം അത് ദൈവികമാണ് എന്നതിന് ഒന്നാമത് വേണ്ടത്, ആ ഗ്രന്ഥം അവകാശപ്പെടണം ഇത് അള്ളാഹുവിങ്കിൽ നിന്ന്, ദൈവത്തിങ്കൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടണം. ആദ്യം അവകാശവാദം വേണമല്ലോ. അവകാശവാദം വന്നെങ്കിലല്ലേ ബാക്കി പരിശോധനകളുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായതാണ് ഈ വേദഗ്രന്ഥം എന്നതിന് ആദ്യമായി വേണ്ടത് അള്ളാഹു ഇതിൽ അവകാശപ്പെട്ടിരിക്കണം. ഇത് അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായതാണ് എന്ന് നിരവധി സ്ഥലത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്.
അത്ഭുതം എന്ന് പറയട്ടെ, ലോകത്ത് കാണുന്ന കോടാനുകോടി പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ അത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് അതിൻ്റെ അനുയായികൾ അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ പോലും ഈ ഗ്രന്ഥം മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചനാഥനിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് ഒരൊറ്റ ഗ്രന്ഥത്തിലും അവകാശം ഇല്ല, ഒറ്റ ഗ്രന്ഥത്തിലും പറയുന്നില്ല. ബൈബിൾ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് തന്നെയും ചില വചനങ്ങളുടെ ചില സാരോപദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഈ സാരോപദേശം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് എന്നല്ലാതെ ഈ ഗ്രന്ഥം മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്ന്, ദൈവത്തിങ്കിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് എന്ന് ഒരു വേദഗ്രന്ഥവും പറയുന്നില്ല, ഒരു ഗ്രന്ഥവും. അതാണ് ഖുർആനിൻ്റെ അത്ഭുതം. ഖുർആനാണെങ്കിലോ അടിക്കടി പല സ്ഥലത്തായിട്ട് അള്ളാഹുവിങ്കൽ നിന്ന് അവതരിച്ചതാണ്, നാം അവതരിപ്പിച്ചതാണ്, അസീസും ഹക്കീമുമായ അള്ളാഹുവിങ്കൽ നിന്നുള്ള അവതരണമാണിത് എന്ന് തുടങ്ങിയിട്ട് നിരവധി സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നു. അതുതന്നെ ഈ ഗ്രന്ഥം അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്നതിന് ഒന്നാമത്തെ തെളിവും ഒന്നാമത്തെ രേഖയുമാണ്. തുടർന്ന് അള്ളാഹു പറയാണ്, വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങളാണ് 3ഉം 4ഉം ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ചെറിയൊരു വിശദീകരണം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. 3-ാമത്തെ ആയത്ത്, ഇന്ന ഫിസ്സമാവാതി വൽ അർളി ലആയാത്തുൽ ലിൽ മുഅ്മിനീൻ. ഇന്ന തീർച്ചയായും, ഫിസ്സമാവാതി ആകാശങ്ങളിൽ, വൽ അർളി ഭൂമിയിലും ഉണ്ട്, ലആയാത്തിൻ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്, രേഖകളുണ്ട്, ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക്. അപ്പോൾ ഇന്ന ഫിസ്സമാവാതി വൽ അർളി ലആയാത്തിൻ ലിൽ മുഅ്മിനീൻ, അതിൻ്റെ മൊത്തർത്ഥം തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇനി നമ്മൾ ആലോചിച്ചു, കൂടെ പറഞ്ഞത് എന്താ? ആകാശങ്ങളിലും ഭൂമിയിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആകാശം അത്യത്ഭുതമാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്ക് പോലും ഇടം കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവിശാലമാണ് ആകാശലോകം. നമ്മളതിനെ സംബന്ധിച്ച് വളരെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ മനുഷ്യർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് തന്നെ ഒന്നാം ആകാശത്തിൻ്റെ 10% മാത്രമേ മനുഷ്യൻ്റെ അറിവെത്തിയിട്ടുള്ളൂ. അതിൻ്റെ നേരിയ അറിവാണ്. അതിശക്തമായ ടെലസ്കോപ്പുകളിലൂടെയും മറ്റും മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് ഒന്നാം ആകാശത്തിൻ്റെ 10% അല്ല 10%, അതെ 10% 100-10 10% അഥവാ 10% മാത്രമാണ് മനുഷ്യൻ്റെ അറിവ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആകാശത്തിൻ്റെ തന്നെ 90% ഇവിടെ ബാക്കി കിടക്കുക. എന്തൊക്കെയാണ് ആ 90%-ത്തിലുള്ളത്? 10% പറ്റിയുള്ള അറിവ് ലഭിച്ചത് തന്നെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അന്തം വിട്ടുപോകും. അവിടെ പറയും, സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ, നീ ഇതൊന്നും വൃഥാവിൽ സൃഷ്ടിച്ചതല്ല കേട്ടോ എന്ന് ഓരോ മനുഷ്യനും പറഞ്ഞു പോയേക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 7 ആകാശങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ഒന്നാം ആകാശത്തിൻ്റെ 10%-ത്തിൻ്റെ അടുത്തേ മനുഷ്യൻ ഇതുവരെയും അറിഞ്ഞിട്ടുള്ളൂ. എത്തല്ല അറിവ് ടെലസ്കോപ്പുകളിലൂടെയും മറ്റും നോക്കിയിട്ട് അവൻ്റെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ ചില ചെറിയ വിവരങ്ങൾ ലഭിച്ചത് തന്നെ ആകെ 10% മാത്രം. ഇത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ 10% എന്ന് പറഞ്ഞത് തന്നെ 24 ബില്യൺ പ്രകാശ വർഷം ദൂരത്തിലുള്ള നക്ഷത്രങ്ങളാണ്. വസ്തുക്കളെല്ലാം ആവാം. 24 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 2400 കോടി പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന വേഗതക്കാണ് ആ ദൂരത്തിനാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന്, ഉദാഹരണത്തിന് ഒരു നക്ഷത്രത്തിൽ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഒരു പ്രകാശം, സദാണ്ടല്ല പ്രകാശം, ചൂടും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, അത് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. പ്രകാശത്തിൻ്റെ വേഗത നമുക്കറിയാവും. എത്ര പെട്ടെന്നാണ് നമ്മുടെ കണ്ണ് അവിടെ എത്തുന്നത്. എത്രയോ അകലെയുള്ള പ്രകാശം നമ്മുടെ കണ്ണിലെത്തുന്നതിന് സെക്കൻഡുകൾക്ക് താഴെ സമയം മതി. അപ്പോൾ ഇത്ര വേഗതയേറിയ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് ഒരു പ്രകാശവർഷം. അതുപോലെ 24 ബില്യൺ അഥവാ 2400 കോടി
വർഷം ഒരു പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ്. അപ്പോൾ ഇത്രയും അകലത്തിലാണ് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള 10% പോലും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതിൻ്റെ 90% കൂടെ ഒന്ന് കൂട്ടി നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എത്ര അകലത്തിലായിരിക്കും ഇത് എന്ന്. അപ്പോൾ ഒന്നാം ആകാശത്തിൻ്റെ കാര്യങ്ങൾ തന്നെയും നമ്മളുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസ്സിന് രൂപം കിട്ടാത്ത വിധം കിടക്കുകയാണ്. ഈ പ്രപഞ്ചം തന്നെ, അല്ലെങ്കിൽ ഈ കണ്ടെത്തിയിട്ടുള്ള ഒന്നാം ആകാശത്തിൻ്റെ കണ്ടെത്തിയ അങ്ങേ അറ്റത്ത് ഇത്രയും 2400 പ്രകാശവർഷം അകലെ കിടക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഇതൊക്കെയും പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബലൂൺ വലുതാക്കുന്നത് വീർപ്പിക്കുന്നത് പോലെ ഒരു ബലൂണിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കുത്ത്, ഒരു ചെറിയൊരു പേന കൊണ്ട് കുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ചെറിയൊരു ചിത്രപ്പണി എന്തെങ്കിലും വരച്ച് വെച്ചിട്ട് അതിൽ കാറ്റടിച്ച് വീർപ്പിക്കുമ്പോൾ ഈ ചിത്രം വലുതാവുന്നത് പോലെ, അത്രയും നല്ല കേട്ടോ, അതീവ വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അകൽച്ച അഥവാ ഈ വികാസം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ അകന്നുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ കേട്ടോ, ഒരു സെക്കൻഡിൽ ഗോളങ്ങൾ തമ്മിൽ, പ്രപഞ്ചം ഒരു സെക്കൻഡിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷം കിലോമീറ്ററുകളെങ്കിലും അകന്നുകൊണ്ടിരിക്കുന്നു, വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്കുള്ള അകലം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നാം ഈ ആകാശത്തെ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കും. ഈ വികാസം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ്. അത്രയും അകന്നുകൊണ്ടിരിക്കുകയാണ് നക്ഷത്രങ്ങൾ തമ്മിൽ. പ്രപഞ്ചം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ദാരിയത്ത് 47 ആ കാര്യം പറയുന്നുണ്ട്. നാം ആകാശത്തെ നമ്മുടെ കരങ്ങളാൽ നാം സൃഷ്ടിച്ചു, നാം അവയെ വികസിപ്പിക്കുന്നവനാകുന്നു എന്ന്. ആ ആകാശത്തെ അള്ളാഹു, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അള്ളാഹു വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നിൽക്കാതെ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് തുടങ്ങി ഈ വികസിക്കൽ, ഈ ഭൂമിയുടെ ആരംഭം, പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഒരു ബിഗ് ബാങ് തിയറിയിൽ ആണെന്നാണ് പറയപ്പെടുന്നത്. ബിഗ് ബാങ് ആയിരുന്നു, ഒരു മഹാവിസ്ഫോടനമായിരുന്നു. എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് അതീവ സാന്ദ്രതയുള്ള ഒരു പിണ്ഡമായി നിൽക്കുകയായിരുന്നു. അതൊരു സമയത്ത് ഒരൊറ്റ പൊട്ടിത്തെറിയാണ് മഹാവിസ്ഫോടനം എന്ന, ബിഗ് ബാങ് എന്നാണ് പറയുന്നത്. ആ ബിഗ് ബാങ് തുടങ്ങി അന്ന് ആണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, ജീവോള നക്ഷത്രങ്ങൾ, സമയം, സ്പേസ് തുടങ്ങിയവയൊക്കെ, സ്ഥലകാലങ്ങൾ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ്. അപ്പം അന്ന് ഇതങ്ങ് പൊട്ടിത്തെറിച്ചു എന്നാ മലയാള ഭാഷയെ പറഞ്ഞാൽ. ഒരൊറ്റ പൊട്ടിത്തെറി, എന്തോ ഒരു സാധനം ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരൊറ്റ പൊട്ടിത്തെറി. എവിടുന്നാ പൊട്ടിത്തെറിച്ചത്? അല്ലാഹു അലം. അതങ്ങ് തെറിച്ചതോടുകൂടെ 100,000 കഷ്ണങ്ങളല്ല, കോടാനുകോടി കഷ്ണങ്ങളായിട്ട്, ബില്യൺ കണക്കിന് കഷ്ണങ്ങളായിട്ട് അവയങ്ങ് തെറിച്ചു എന്നാ. അങ്ങനെയാണല്ലോ, ഒന്ന് പൊട്ടുന്ന സമയത്ത് കാണാമല്ലോ, ഒരു പടക്കം പൊട്ടുമ്പം കുറേ കഷ്ണങ്ങൾ തെറിക്കുന്നില്ലേ? ഇതേപോലെ ഈ മഹാവിസ്ഫോടന സമയത്ത് അങ്ങ് തെറിച്ചു. ആ അപ്പോൾ തെറിക്കുമ്പോൾ ഒരു സ്പീഡ് ഉണ്ടാവും, ഒരു വേഗത ഉണ്ടാവും തെറിക്കുന്നത്. ആ വേഗത ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാ, ആ വേഗത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാ. അങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വികസിച്ച് അവസാനം വികാസം സങ്കോചമായി മാറുമെന്ന, വിപരീത ദിശയിലാവും വികാസം. മുമ്പോട്ട് പോയി എത്താവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിച്ചുണ്ട്. ഒരു റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞാൽ തിരിച്ചു വരുന്നത് പോലെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് ഒരു തിരിച്ച് റിട്ടേൺ അടിക്കൽ, ഒരു റിവേഴ്സ് വരൽ. ആ റിട്ടേൺ അടിച്ച് കഴിയുന്നതോടുകൂടെ ലോകം അവസാനിക്കും. പിന്നെ പഴയതുപോലെ ഇങ്ങോട്ട് ഒന്നായി മാറും. അതൊക്കെ വിശുദ്ധ ഖുർആൻ അതിലേക്കൊക്കെ സൂചന നൽകുന്നുണ്ട്. വിശദീകരിച്ചാൽ ഒരുപാട് വലിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചല്ലോ, സൂറത്ത് ദുഖാനിൽ 38-39 ആയത്തിൽ, ആകാശങ്ങളെയും ഭൂമിയെയും നാം കളിയായി സൃഷ്ടിച്ചതല്ല, അതൊക്കെ വളരെ ലക്ഷ്യത്തോടുകൂടെ, യാഥാർത്ഥ്യബോധത്തോടുകൂടെ തന്നെയാവുന്നു നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്ക്. അത് വിശുദ്ധ ഖുർആൻ ഓരോന്നും അങ്ങനെ പറയുകയാണ്, അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഗാലക്സികൾ എത്രയാണുള്ളത്? ആകാശഗംഗ എന്ന ഒരു ഗാലക്സിയുടെ ഒരു ഭാഗമാണ് നമ്മൾ, ഭൂമിയും മറ്റു കാര്യങ്ങളും സൗരയൂഥങ്ങളും ഒക്കെ. എത്ര ഗാലക്സികളുണ്ട്? ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം മില്യൺ, അതായത് 2 ലക്ഷം കോടി ഗാലക്സികളെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാ. 2 ലക്ഷം കോടി ഗാലക്സികൾ. മിൽക്കി വേ എന്ന് പറയുന്ന, ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയുടെ ഒരു ഭാഗമാണ് നമ്മളൊക്കെ, ഈ സൗരയൂഥമൊക്കെ. അതേപോലെയുള്ള 2 ലക്ഷം കോടി ഗാലക്സികളെങ്കിലും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. ഓരോ ഗാലക്സിയിലും 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ട് എന്നാണ്.
ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഒരു ഗാലക്സിയിലുണ്ടാവും. അങ്ങനെയുള്ള 2 ലക്ഷം കോടി ഗാലക്സികളെങ്കിലും ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എന്താ അപ്പോൾ അതിൻ്റെ ഒരു വിശാലത? നമ്മൾ ആലോചിച്ച് നോക്ക്. നമുക്ക് ആലോചിച്ചാൽ അറ്റം കിട്ടാത്ത ജാതിയാണത്. അപ്പോൾ ഇതൊക്കെ പടച്ചറബ് പറയുന്നത് ആകാശത്തെ നമ്മൾ വെറുതെ സൃഷ്ടിച്ചതല്ല, വ്യക്തമായ ധാരണയോടുകൂടിയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ആകാശം എന്ന് പറയുന്നത് വെറും ശൂന്യതയല്ല. ആകാശത്തിലെ പിണ്ഡങ്ങൾക്കിടയിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ആ ഒഴിഞ്ഞ സ്ഥലം സൂക്ഷ്മമായ വാതകമണ്ഡലങ്ങളാണ്, പ്രധാനമായിട്ടും ഹൈഡ്രജൻ തന്നെ. അപ്പം ഇതിങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് ഇതിലിടയിൽ ശൂന്യത വരുമല്ലോ, ഇല്ലാത്തൊരു സ്ഥലം വരുമല്ലോ, ശൂന്യമായൊരു സ്ഥലം വരും, ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് അതാത് സമയം പുതിയതായിട്ട് നിറക്കുന്നു. പുതിയ പദാർത്ഥങ്ങളെ കൊണ്ട്, വാതകങ്ങളെ കൊണ്ട് ആ ഗ്യാപ്പ് നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ആരാണിത് നിറക്കുന്നത്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഓരോന്നും അകന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഗ്യാപ്പ്, ശൂന്യമായ സ്ഥലം പുതിയ പദാർത്ഥങ്ങളെ കൊണ്ട്, വാതകങ്ങളെ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ അള്ളാഹുവിൻ്റെ കഴിവ്. അള്ളാഹു ആ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സെക്കൻഡിൽ ഇതിങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് പുതിയ പിണ്ഡങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെ കാലിയായി പോകുന്നില്ല. ബലൂൻ ഒരുപാട് വീർപ്പിക്കുമ്പോൾ പൊട്ടിപ്പോണ എന്താണോ? പൊട്ടിപ്പോകുന്ന അതിൻ്റെ ഇടയിൽ പിന്നെ ഒന്നുമില്ല. ഉള്ളതിങ്ങനെ വികസിച്ച് ലോലായി അങ്ങനെ പൊട്ടുകയാണ്. ശൂന്യത പിന്നെ അവിടെ പൊട്ടുക. ഇതല്ല, ഇതിങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് ആ ഗ്യാപ്പിൽ വീണ്ടും പുതിയ പദാർത്ഥങ്ങൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയും ഗ്യാപ്പില്ല, എവിടെയും ശൂന്യതല്ല. അങ്ങനെ ഇത് വികസിച്ച് ഒരു ഘട്ടത്തിൽ അതങ്ങ് ചുരുങ്ങാൻ തുടങ്ങും. ബിഗ് ബാങ് മഹാവിസ്ഫോടനം കൊണ്ട് പ്രപഞ്ചം ആരംഭിച്ചു എന്നാ. പ്രപഞ്ചത്തിൻ്റെ അന്ത്യം ബിഗ് ക്രച്ചായിരിക്കുന്ന ബിഗ് ക്രഞ്ചായിരിക്കും ഉണ്ടാകുക. അതായത് ഒരു മഹാവിനാശമായിരിക്കും ഉണ്ടാവുക എന്നാ. ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായത് എന്ന് സൂറത്ത് അംബിയായിലെ 21-ാം അധ്യായമായ സൂറത്ത് അംബിയായിലെ 30-ാം ആയത്തിൽ നമുക്ക് കാണാം. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത തറത്തഖ, ആകാശഭൂമികളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, എന്നിട്ട് നമ്മൾ അതിനെ വേർപെടുത്തി, അതിനെ നമ്മൾ അങ്ങ് പൊട്ടിച്ച് തെറിപ്പിച്ച് വിട്ടുന്ന. ഇതെല്ലാം കൂടെ ഒന്നായിട്ട് തീരുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതും സൂറത്ത് അംബിയായിൽ തന്നെ 104-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. യൗമ നത്വി സ്സമാഅ കതയ്യിസ് സിജില്ലി ലിൽ കുതുബ്, ഒരു പുസ്തകത്തിൻ്റെ അതിൻ്റെ പേജുകൾ ചുരുട്ടുന്നത് പോലെ നാം ആകാശങ്ങളെ മുഴുവനും ഒന്നിച്ച് ചുരുട്ടും. അതായത് റിവേഴ്സിൽ വരുന്നു. ഇപ്പം അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. ആ വലുതായിക്കൊണ്ടിരിക്കുന്നത് പിന്നോട്ട് വന്നിട്ട് ചെറുതായി അതിങ്ങനെ ചുരുണ്ട് വരും. നമ്മളതിനങ്ങനെ ചുരുട്ടുമെന്നാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് വീണ്ടും ഇതിന് മാറ്റം വരുത്തും. അന്ന് ഭൂമി, ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന ഇന്നത്തെ പ്രപഞ്ചമല്ലാത്ത മറ്റൊരവസ്ഥ, അതാണ് പരലോകം. ഈ ഭൂമിയും പ്രപഞ്ചങ്ങളും ആകാശഗോളങ്ങളും എല്ലാം കൂടെ ചുരുങ്ങി ഒന്നായിട്ട് ചുരുട്ടിപ്പിടിച്ചിട്ട് പിന്നെ അതിനെ വേറെ രൂപത്തിൽ പടച്ചോനം കെട്ടാക്കും. അതാണ് പരലോകത്തേക്കുള്ള അവസ്ഥ, പരലോകമാകുന്നത് അവിടെ വെച്ച. മഹാ അത്ഭുതമാണ് കേട്ടോ, ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞത് ആകാശങ്ങളെ സംബന്ധിച്ച. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞത് വൽ അർള്, ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ ചെറിയ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഭൂമിക്ക് എന്താ സ്ഥിതി? ഭൗമപാളികളാണ്. എത്ര ഭൗമപാളികളുണ്ട് ഭൂമിക്ക്? ആദ്യം പറഞ്ഞു, അതായത് അടുക്കുകൾ എന്ന് പറയും നമ്മൾ. എത്ര അടുക്കുണ്ട് ഭൂമിക്ക് പാളികളായിട്ട് നിൽക്കുന്നത്? ആദ്യകാലത്ത് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടത് 3 തട്ടുകളാണ്, 3 പാളികളാണ്. പിന്നെ പറഞ്ഞ അതല്ല, ഒന്നും കൂടെ കൂടുതലുണ്ട്, 4 ഉണ്ട്. പിന്നെ പറഞ്ഞ് 4 പോരാ, 5 പാളിയുണ്ട് എന്ന്. ഇപ്പം പറയുന്നത് ഏകദേശം 7 അടുക്കുകളുണ്ട് ഈ ഭൂമിക്ക്. ഇന്ന് ഏകദേശം എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഭൂമിയുടെ അകക്കാമ്പ്, ഉള്ളിലുള്ള ഈ ഉരുണ്ട ഭൂമി ഉണ്ടല്ലോ, ഈ ഉരുണ്ട ഭൂമിയുടെ സെൻറ്റർ, നടുക്ക്, എല്ലാ ഭാഗത്തു നിന്നും കൊണ്ടിട്ട് ഒരു സെൻറ്റർ ഇട്ട് വരച്ചാൽ അതിൻ്റെ ഈ ഭൂമിയുടെ ഉൾഭാഗം താഴോട്ട് ഇറങ്ങി ചെന്ന് സെൻറ്റർ അറ്റം വരുന്ന ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്, ഒരു പോയിന്റ്. ആ ബിന്ദു അടക്കം 7 അടുക്കുകളുണ്ട് എന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭൂമി പിളർപ്പുണ്ട് എന്നാ ഭൂമിക്ക്. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നതാ. ഭൂമിക്ക് ഒരുപാട് പിളർപ്പുകളുണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പുറത്തൊക്കെ പച്ചപ്പും മരം ചില്ലിയും മണ്ണും പുല്ലും എല്ലാമുണ്ട്. എന്നാൽ ഈ ഭൂമിയുടെ അന്തർഭാഗം ഒരുപാട് പിളർപ്പുകളുള്ളതാണെന്നാ പറയുന്നത്. അത് ഓരോ പിളർപ്പുകളും വലിയ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ള പിളർപ്പുകളാണ് ഭൂമിക്ക് നിൽക്കുന്നത്. അതാണ് ഭൂമിയിലേക്ക് ആണ്ടുപോയി ഭൂമിയെ പിളർത്തി എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ വല്ലർളി താത്തി സ്വതക എന്ന് പറഞ്ഞല്ലോ ഖുർആൻ.
പിളർപ്പുള്ള ഭൂമിയെന്ന്. സസ്യങ്ങൾ മുളച്ചു വരുമ്പോൾ ഭൂമി പിളരുന്നു എന്നൊക്കെയാണ് പണ്ഡിതന്മാർ മുൻകാലത്ത് വിശദീകരിച്ചതെങ്കിലും ഇന്നത്തെ ആധുനിക കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഭൂമിയുടെ പിളർപ്പിനെയാണോ ഈ ദാത്തിസ്വത പിളർപ്പുള്ള ഭൂമി എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചത്? അല്ലാഹു അഅലം. സൂറത്ത് താരീഖിൽ പറയുന്നുണ്ടല്ലോ പിളർപ്പുള്ള ഭൂമി എന്ന്. എന്നിട്ട് പറയുന്നത് എന്താ? പിളർപ്പുള്ള ഭൂമി തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഇന്നഹു ലഖൗലുൻ ഫസ്ലുൻ വമാ ഹുവ ബിൽഅസ്ലി, ഇത് നിർണായകമായ ഒരു വാക്കാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ. നിർണായകമായ വാക്ക്, അന്ത്യദിനം, അത് നിർണായകമായ ഒരു വാക്കാണ്, കാര്യമാണ് എന്നാണ് പിന്നെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയുടെ ഒരു അവസ്ഥ അതാണ്. പിന്നെ ആലോചിച്ച് നോക്കി, ഭൂമിയിൽ എന്താ? ജലം, വെള്ളം. ഭൂഗോളത്തിന്റെ 70% വെള്ളമാണ്. ഇത് എവിടുന്നായി വെള്ളം വന്നത്? ഒരു കാലത്ത് എത്രയോ ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാവിസ്ഫോടനം ഉണ്ടായിട്ടാണല്ലോ ഭൂമി ഉണ്ടായത്, മറ്റ് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്നത്തെ പോലെ തണുത്ത അവസ്ഥ, വെള്ളമുള്ളതായിരുന്നു? അല്ല, അതീവ ചൂടുള്ള ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു ഭൂമി. ഭൂമി മാത്രമല്ല, എല്ലാ ഗോള നക്ഷത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാം കൊണ്ട് പൊട്ടിത്തെറിച്ചതല്ലേ, ഒക്കെ പൊട്ടിത്തെറിച്ചതല്ലേ. പടക്കം പൊട്ടുമാറില്ലേ? ഒരു തരി നമ്മളെ മേത്താക്കിയിട്ടുണ്ട്, പൊള്ളൂലേ, കത്തൂലേ? അപ്പൊ ഒരു വലിയൊരു ബിഗ് ബാങ്, പ്രപഞ്ചം മുഴുവൻ പൊട്ടിത്തെറിച്ചാൽ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ വെള്ളത്തിന് ഭൂമി ഇങ്ങനെ തിളച്ചു മറിയുന്ന ലാവ ആയിരുന്നു ഭൂമി. അപ്പൊ ഭൂമിയെ തണുക്കണമല്ലോ. ഭൂമിയിൽ ജനങ്ങൾക്ക് ജനവാസം വേണമല്ലോ, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പര്യാപ്തമായിട്ടാണ് ഭൂമിയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. അതുപോലെ സസ്യലതാദികൾ വേണം, ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണം വേണം, മറ്റു സൗകര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഭൂമിയിലെ ഏകദേശം 70-75% വെള്ളം എവിടുന്ന് വന്നു? ഈ വെള്ളം തിളച്ചു മറിയുന്ന ഭൂമിയിൽ വെള്ളം എവിടെ നിന്നാണ്? അത് 4 ബില്യൺ വർഷം ജലം ഭൂമിയിൽ വറ്റാതെ നിലനിൽക്കുന്ന. അപ്പോൾ 4 ബില്യൺ വർഷമായിട്ട് ഭൂമിയിൽ ജലം വറ്റാതെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വെള്ളമായിരുന്നോ? വെള്ളമായിരുന്നില്ല. അന്നവിടെ തിളച്ചു മറിയാ. എത്ര ചൂടുന്ന? 5000 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്ന് ചൂടുന്ന. 5000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസാണ്. 100 ഡിഗ്രി ചൂട് വന്നാൽ വെള്ളം തിളക്കും. ഭൂമിയുടെ അന്നത്തെ ചൂട് 5000 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം തിളക്കുന്നതിൻ്റെ ഏകദേശം 50 ഇരട്ടി. അപ്പോൾ വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂടിൻ്റെ 50 ഇരട്ടിയോ അല്ലെങ്കിൽ അതിലധികമോ ചൂടുള്ള തിളച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭൂമി. നമ്മൾ ആലോചിച്ചത്. ആ ഭൂമിയിലാണ് പിന്നെന്തായത്? 4 ബില്യൺ വർഷം മുമ്പ് മുതലേ ഭൂമിയിൽ വെള്ളം ഉണ്ടായത്. ഈ വെള്ളം എങ്ങനെ ഉണ്ടായി? നിലക്കാത്ത പേമാരിയായിരുന്നു എന്നാണ് പറയുന്നത്. നിലക്കാത്ത പേമാരിയായിരുന്നു. വർഷങ്ങൾ, മില്യൺ കണക്കിൽ വർഷങ്ങൾ, ലക്ഷക്കണക്കായ അല്ലെങ്കിൽ കോടിക്കണക്കായ വർഷം മഴ തന്നെയായിരുന്നു ഭൂമിയിൽ നിന്ന്. നിലക്കാത്ത മഴ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു ആഴ്ച തുടർച്ചയായി നിൽക്കാത്ത മഴ പെയ്താൽ നമ്മൾ വെള്ളപ്പൊക്കം, അത് ഇത് പ്രശ്നങ്ങൾ, ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്നത്. എങ്കിൽ കോടിക്കണക്കിന് വർഷം നിലക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭൂമിയിൽ. ആ മഴ പെയ്തിട്ടാണ് ഈ ഭൂമി തണുത്തത്. ആദ്യം പെയ്യുന്ന വെള്ളം മുഴുവനും ഭൂമിയുടെ അതീവ ചൂട് കാരണം ബാഷ്പീകരിച്ചു പോവുകയാണ്. ഒന്നും നിൽക്കുന്നില്ല. ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത്തിരി വെള്ളം, 4 തുള്ളി വെള്ളം ഒഴിച്ചാൽ അതങ്ങ് ആവിയായി പോകുന്നത് പോലെ ഭൂമിയിൽ പെയ്യുന്ന വെള്ളം മുഴുവനും, മഴവെള്ളം മുഴുവനും ആവിയായി പോവുകയായിരുന്നു. തുടർച്ചയായിട്ട് നിലക്കാതെ പെയ്ത് അങ്ങനെ ഭൂമിയിലെ താഴ്ന്ന സ്ഥലങ്ങളൊക്കെയും വെള്ളം നിറഞ്ഞു. ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളമായി എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഇങ്ങനെ മനുഷ്യന് വാസയോഗ്യമാവുന്നതിന് വേണ്ടി പടച്ച റബ്ബ് ഈ ഭൂമിയിൽ കോടിക്കണക്കിന് വർഷം നിലക്കാതെ, നിർത്താതെ, ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ മഴ പെയ്യിപ്പിച്ചു. അങ്ങനെ ചൂടുള്ള ഭൂമിയെ തണുത്ത അവസ്ഥയിലേക്ക് മാറ്റി. അതിൻ്റെ ബാക്കി ഇപ്പോഴും ഭൂമിൻ്റെ അടിയിലുണ്ട് കേട്ടോ, തിളച്ചു മറിയുന്ന ലാവ. അതാണ് അഗ്നിപർവ്വതങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഭൂമിയെ പടച്ച റബ്ബ് സംവിധാനിച്ചു. ആലോചിച്ച് നോക്കുന്നു. പിന്നെ ഈ ഭൂമിയിൽ വെള്ളം ആയ ശേഷം ഇപ്പോഴും ഭൂമിക്കൊരു ജലചക്രമുണ്ട്. ചൂടുകൊണ്ട് നീരാവിയായിട്ട് വെള്ളം പൊങ്ങും, മുകളിലോട്ട് ഉയരും. അത് തണുത്തുറഞ്ഞ് മഴയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പെയ്യും. അതിന് വേണ്ടി കാറ്റിനെ പടച്ച റബ്ബ് അതിൻ്റെതായ സമയത്ത് സംവിധാനിക്കും. പിന്നെ അതേപോലെ തന്നെ ന്യൂനമർദ്ദം സംവിധാനിക്കും. അങ്ങനെയൊക്കെ പടച്ച റബ്ബ് നിശ്ചയിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നു. പെയ്യുന്ന വെള്ളം വീണ്ടും നീരാവിയായി ആകാശത്തെ മുകളിലേക്ക് ഉയരുന്നു. ആ നീരാവി വീണ്ടും തണുത്തുറഞ്ഞ് വീണ്ടും മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്യുന്നു. ഇങ്ങനെ ഒരു സർക്കിളാണ്, ഒരു ചക്രമാണ്. അപ്പോൾ ഭൂമിയിൽ ബില്യൺ കണക്കിന്, കോടിക്കണക്കിന് വർഷം മുമ്പ് പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുള്ള, പെയ്ത് നിറച്ചിട്ടുള്ള വെള്ളം
ഇനി മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി അന്ത്യദിനം വരെയും ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ജലചക്രം പടച്ചറബ് സംവിധാനിച്ചു. ഭൂമിയിൽ ചൂടുകൊണ്ട് മേലോട്ട് പോവുക, അത് തണുത്ത് വീണ്ടും താഴോട്ട് വരിക, വീണ്ടും ചൂടുകൊണ്ട് അത് തന്നെ മേലോട്ട് പോവുക, വീണ്ടും അത് തന്നെ തണുത്ത് താഴോട്ട് മഴയായിട്ട് വരിക. വല്ലാത്തൊരു അത്ഭുതമാണ് ഭൂമിയുടെ കഥ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഭൂമിയിലെ വെള്ളത്തിലെ കൂടിയ ഭാഗം ഉപ്പുജലമാണ്, കടൽ വെള്ളം. ആ കടലിലെ വെള്ളം ഉപ്പുജലമാണല്ലോ. അപ്പോൾ ഈ കടൽ വെള്ളമാണ് ഭൂമി ചൂടിൽ ബാഷ്പീകരിച്ച് ഉയർന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉയരുന്ന നീരാവിയിൽ ഉപ്പിൻ്റെ അംശം വേണം. അപ്പോൾ ഇത് പെയ്ത് കിട്ടുന്ന വെള്ളത്തിൽ ഉപ്പുണ്ടോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഉപ്പില്ല. അപ്പോൾ എന്താ പടച്ചവൻ സംവിധാനിച്ചത്? ജലം ബാഷ്പീകരിച്ചു പോകുമ്പോൾ ജലാംശം മാത്രമേ ബാഷ്പമായിട്ട് പോകാൻ പാടുള്ളൂ, ആവിയായിട്ട് നീരാവിയായിട്ട് പോകാൻ പാടുള്ളൂ. അതിലെ ഉപ്പും ലവണങ്ങളും ഒക്കെ ഭൂമിയിൽ തന്നെ നിൽക്കണം. അത് ഭൂമിയിൽ തന്നെ നിന്നാൽ മതി. കാരണം ആ ഉപ്പോടുകൂടെ അല്ലെങ്കിൽ മറ്റു ലവണങ്ങളോടുകൂടെ ആകാശത്തേക്ക് ഉയർന്നിട്ട് ആകാശത്ത് നിന്ന് ഈ ഉപ്പ് ജലമാണ് താഴോട്ട് വർഷിക്കുന്നതെങ്കിൽ എല്ലാ ചെടികളും നശിക്കും, മനുഷ്യന് കുടിക്കാനുള്ള ശുദ്ധവെള്ളം കിട്ടാതാവും, ജീവജാലങ്ങൾ നശിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇവിടുന്ന് മേലോട്ട് പോകണ്ട, നീരാവിയിൽ പോകണ്ട, വെള്ളം മാത്രം പോയാൽ മതി എന്ന് അള്ളാഹു തീരുമാനിച്ചു. ആലോചിച്ചു എന്താ സംവിധാനങ്ങൾ അള്ളാഹുവിൻ്റെ. ഇതൊക്കെ പടച്ചറബ് പറയുന്നത് എന്താ? നമ്മൾ പഠിക്കുന്ന ആയത്തിൽ ഇന്ന ഫിസ് സമാവാതി വൽ അർളി ലആയാതിൽ ലിൽ മുഅ്മിനീൻ, ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോളൂ. ചില സാമ്പിളുകളാണ് ഞാൻ ഇട്ടത്, ചെറിയ സൂചനകളെ തന്നിട്ടുള്ളൂ. ഇതൊന്ന് ആലോചിച്ച് നോക്കി, പഠിച്ചു നോക്കൂ. ഒരുപാട് ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ ലഭ്യമാണ് ഈ വിഷയത്തിൽ. ഇൻ്റർനെറ്റിൽ പരതിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും, പഠിക്കാൻ കഴിയും. ആകാശങ്ങളെപ്പറ്റിയും ഭൂമിയെപ്പറ്റിയും പഠിക്കൂ. നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുടെ അവസ്ഥ, ഇന്ന് പടച്ചറബ് അതിനെ സംവിധാനിച്ചത്, ഇതിൻ്റെ മുമ്പ് അതെന്തായിരുന്നു, ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചറിയുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇത് സംവിധാനിച്ച സ്രഷ്ടാവിനെ കണ്ടെത്തുക, ആരാധനകളൊക്കെയും അവന് സമർപ്പിക്കുക, അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുക, ആ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക, അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതിനാത് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയല്ല. തുടർന്ന് അള്ളാഹു പറയാം 4-ാം ആയത്തിൽ വഫീ ഖൽഖികും വമാ യബുസ്സു മിൻ ദാബത്തിൻ ആയാതുൽ ലിഖൗമിൻ യൂഖിനൂൻ. വഫീ ഖൽഖികും, നിങ്ങളുടെ സൃഷ്ടിയിലും അഥവാ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതിലും, വമാ യബുസ്സു, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിലും, മിൻ ദാബത്തിൻ, ജീവജാലങ്ങളെ അല്ലെങ്കിൽ ജീവികളെ വ്യാപിപ്പിച്ചതിലും, ആയാത്തുൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമിൻ, ഒരു ജനതക്ക്, യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന, യഖീൻ ഉറപ്പുള്ള, ദൃഢമായി വിശ്വസിക്കുന്നവർക്ക്, മൂഖിനീങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഏതിലൊക്കെ പറഞ്ഞതിപ്പം നേരത്തെ പറഞ്ഞത് ആകാശം ഭൂമി, 2 കാര്യം. 3-ാമത് ആയത്തിൽ പറയുന്നത് വഫീ ഖൽഖികും, നിങ്ങളുടെ തന്നെ സൃഷ്ടിയിൽ, മനുഷ്യന്റെ തന്നെ സൃഷ്ടിയിൽ. മനുഷ്യൻ എങ്ങനെ ജന്മമെടുക്കുന്നത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേർന്ന് ഗർഭാശയത്തിൽ വളർന്ന് അത് പുറത്തേക്ക് വരേണ്ട സമയമാകുമ്പോൾ, പൂർണ്ണ വളർച്ചയെത്തി അതിൻ്റെ സമയമാകുമ്പോൾ പുറത്തേക്ക് വരുന്നു. അതുവരെയും ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ വളർച്ച എത്തിയാൽ ഗർഭാശയ ഭിത്തി സങ്കോചിക്കുന്നു, പ്രസവ വേദന അനുഭവപ്പെടുന്നു. തുടരെ നിർത്തി ആദ്യം മെല്ലെ ഇടവിട്ട് പിന്നെ അത് പിന്നെ പെട്ടെന്നായി അങ്ങനെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്. മനുഷ്യന്റെ തലയോട് ജനിക്കുന്ന സമയത്ത്, ഇന്നിപ്പോൾ തലയോട് ഉണ്ടല്ലേ, ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥികളിൽപ്പെട്ട ഒന്നാണ് തലയോട്. ദ്രവിച്ചാലും ഏറ്റവും അവസാനം ദ്രവിക്കുന്ന അസ്ഥിയാണ് തലയോടുക, പല്ലൊഴു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ അത്രയും ഉറപ്പുള്ള ഈ തലയോട്, ഗർഭസ്ഥ ശിശുവിൻ്റെ തലയോട് ഇന്ന് നമുക്കുള്ള തലയോട് പോലെയല്ല. അത് 6 കഷ്ണങ്ങളാണ്, 6 അടുക്കുകളാണ്, 6 കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുക. അത് ഒന്നിൻ്റെ മുകളിലേക്ക് മറ്റൊന്ന് കയറി നിൽക്കാവുന്ന വിധത്തിൽ 6 അസ്ഥികളാണ് തല. അവ ജനിക്കുന്ന സമയത്ത് തന്നെ ഇന്ന് മനുഷ്യർക്ക് വളർച്ച പ്രാപിക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാവുന്ന ഉറപ്പ് കൂടിയ തല പോലെയാണ് അന്ന് ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലയെങ്കിൽ എന്താവും? കുട്ടിക്ക് ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല, ഇല്ലേ? ആ തല ഒന്ന് പുറത്തേക്ക് കടന്നു കിട്ടണ്ടേ? തലയല്ലേ ആദ്യമായിട്ട് പുറത്തേക്ക് വരിക. അപ്പം തല പുറത്തേക്ക് വരില്ല. കാരണം എന്താണ്? വലുപ്പം കൂടുതലാണ്. എല്ലാ എല്ലും കൂടെ കൃത്യമായിട്ട് വളരെ ശക്തിയുള്ള, വളരെ ബലമുള്ള, നല്ല ഉറപ്പുള്ള എല്ലായി നിൽക്കുകയാണ്, പുറത്തേക്ക് വരില്ല. അപ്പോൾ പടച്ചോൻ എന്ത് സംവിധാനിച്ചു? എല്ലുകളെ തമ്മിൽ ഉറപ്പിക്കേണ്ട, തലയിലെ അസ്ഥികൾ, 6 അസ്ഥികൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കേണ്ട. അത് പ്രത്യേകം ഇതായിട്ട് തന്നെ നിൽക്കട്ടെ. പ്രസവ സമയത്ത് ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയുടെ മുകളിലേക്ക് കയറി നിൽക്കട്ടെ, എന്നിട്ട് തല ചെറുതാവട്ടെ. അങ്ങനെ തല ചെറുതായിട്ട് പിന്നെ
കുഞ്ഞു പുറത്തേക്ക് വരുന്നു. ആലോചിച്ച് നോക്കും നിങ്ങൾ, പടച്ചവൻ്റെ ഒരു സംവിധാനം നോക്കൂ. ഒന്ന്, എന്നാൽ കുട്ടി പ്രസവിച്ച് പുറത്ത് വന്ന ഉടനെ തന്നെ ഈ അസ്ഥി കൂടിച്ചേർന്നിട്ട് പിന്നെയും ഇന്ന് കാണുന്ന പോലെ ഉറപ്പുള്ള, നമ്മളെയൊക്കെ തല പോലെ ഉറപ്പുള്ള തലയായി മാറിയോ, തലയോട്ടിയായോ? ഇല്ല. അത് 2 വർഷം 3 വർഷം കൊണ്ടാണത് പൂർത്തിയാകുക. എന്തിനാ അത് അങ്ങനെ ആക്കിയത്? എന്തിനാ അങ്ങനെ ആക്കിയത്? പെട്ടെന്ന് തന്നെ ജനിച്ച് വീണ് ഉടനെ തന്നെ. ഇപ്പോൾ കോഴിമുട്ടൊക്കെ നമ്മൾ ആലോചിച്ച് നോക്ക്. കോഴിമുട്ട ഇടുന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു റബ്ബർ ഇലാസ്റ്റികത ഉള്ളതായിരിക്കും. ഒരു അല്പം 1-2 മിനിറ്റുകൾ, ചിലപ്പോൾ അതിലും കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ തൊലിങ്ങ് കട്ടിയായി മാറും. പെട്ടെന്ന് കട്ടിയായി മാറും. ഇതേപോലെ പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെ തലയോട് കട്ടിയാകുന്നില്ല. അങ്ങനെ കട്ടിയായാലും എന്താവും? മസ്തിഷ്കം വളരൂല. ബുദ്ധി ഇതിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്, തലച്ചോറിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ തലച്ചോറിന് വളരാൻ കഴിയില്ല. അപ്പോൾ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് തലയോട്ടി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കണം, അങ്ങ് മാറി മാറി കൊടുക്കണം. ആ വികാസം പൂർത്തിയാവുന്നതോടുകൂടെ ഏറെക്കുറെ തലയോട് ഒരസ്ഥിയായി മാറി തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അസ്ഥിയായി ഒരൊറ്റ അസ്ഥിയാക്കി മാറ്റുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജനിക്കുമ്പോൾ 350 എല്ലുണ്ട് എന്നാ. ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് 350 എല്ലുണ്ട്. അത് പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ 206 എല്ലായിട്ട് ചുരുങ്ങി. ആലോചിച്ച് നോക്കി നിങ്ങൾ. 350 എല്ല് 206 എല്ലായിട്ട് കുറയാണ് പ്രായപൂർത്തി എത്തുമ്പം. എന്താണ്? പല സ്ഥലത്തും എല്ലുകൾ തമ്മിൽ കൂടിച്ചേരേണ്ടതുണ്ട്. നേരത്തെ തന്നെ അത് ഉറപ്പിച്ച് വെച്ചാൽ പറ്റൂല. അങ്ങനെ ഉറപ്പിച്ചാൽ വളർച്ചയുണ്ടാവില്ല, വികാസമുണ്ടാവില്ല. അതിനുവേണ്ടി അതിങ്ങനെ ഉറപ്പിക്കാതെ വെച്ചിരിക്കുന്നു. പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് അതിങ്ങനെ ഉറച്ച് വരുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്ത് അത്ഭുതമാണ് പടച്ചറബ് മനുഷ്യൻ്റെ സൃഷ്ടിയിൽ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അല്ല, കഴിയപ്പോൾ ഇവിടെ മനുഷ്യ സൃഷ്ടിയിലുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ പടച്ചവൻ സംവിധാനിച്ച സംവിധാനങ്ങൾ കഴിയുന്നുണ്ട്? ഇല്ല. എണ്ണിയാൽ ഒടുങ്ങാത്തതാ. പേശികളുണ്ട് നമുക്ക്, പേശി. ഈ പേശികൾ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ തൊഴിലാളികളാണ് പേശികൾ എന്ന് പറയുകയാണെങ്കിൽ. എല്ലാ ജോലിയും ചെയ്യുന്നത് പേശികളെ കൊണ്ടാണ്. പേശിയുടെ സങ്കോചം, അതിൻ്റെ വികാസം, അതിലൂടെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പേശി അങ്ങാണ്ട് കുറച്ച് സമയത്തേക്ക്, അല്ല 1 മിനിറ്റ് നേരത്തേക്ക് പണി മുടക്കിയാൽ മനുഷ്യൻ മരിച്ചു പോകുന്ന. ആന്തരാവയവങ്ങൾ വരെ, ഹൃദയം ഇടിക്കുന്നത് വരെ പേശി കൊണ്ടാണ്. പേശിയുടെ സങ്കോചവും വികാസവും വലുതാവുകയും ചെറുതാവുകയും ചെയ്യുമ്പോഴാണ് ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേശി, ശരീരത്തിൽ ഒരുപാട് പേശികൾ, അതൊരു ശരീരത്തെ നിലക്ക് നിർത്താൻ, ശരിക്കും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി. ഈ ശ്വാസം നോക്കി നിങ്ങൾ. ശ്വസനം കഴുത്തിലൂടെ, കണ്ടത്തിലൂടെ അല്ലേ ശ്വാസനാളം, ശ്വാസകോശത്തിലേക്ക് നമ്മളെ മൂക്കിലൂടെയുള്ള കാറ്റ്, വായു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അതേ പിന്നെ കഴുത്തിലൂടെ, അതേ കണ്ടത്തിലൂടെ തന്നെയാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആലോചിച്ച് നോക്ക്. ആ ശ്വാസകോശത്തിലേക്ക് പോകേണ്ടത് വായുവാണ്. വയറിലേക്ക് പോകേണ്ടത് ഭക്ഷണമാണ്. അപ്പോൾ ഒരേ സ്ഥലത്ത് കൂടെ തന്നെ വേണമെങ്കിൽ രണ്ടും പോകാൻ എന്ത് ചെയ്തിരിക്കുക? ശ്വാസകോശത്തിലേക്ക് തിരിയുന്ന ആ ഭാഗത്ത്, തൊണ്ടയിൽ ആ ഭാഗത്ത് വെച്ചൊരു വാൽവ്, ഒരു അടപ്പ്. ശ്വാസം വിടുന്ന സമയത്ത്, ശ്വസിക്കുന്ന സമയത്ത് അടപ്പ് തുറക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടപ്പ് അടച്ചു വെക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു സംവിധാന പടത്തറപ്പ് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അവിടെയാണ് ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് പോകും. വളരെ ഗൗരവമുള്ളത് ഇങ്ങനെ ആലോചിക്കും, ഭക്ഷണമായിട്ട് ഇറക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ അടപ്പിന്, ശ്വാസകോശത്തിലേക്ക് പോകേണ്ട അടപ്പിന് ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾ ശ്വാസം വിടുകയാണോ ചെയ്യുന്നത്, അതോ ഇയാൾ ഭക്ഷണം കഴിക്കുകയാണോ ചെയ്യുന്നത്? രണ്ടും അല്ലാത്തൊരവസ്ഥയിൽ വന്നു പോകും. ആ സമയത്ത് ഈ ശ്വാസകോശത്തിലേക്ക് ഭക്ഷണത്തിൻ്റെ അംശം കയറിപ്പോവും. ആ കയറുന്ന സമയത്താണ് ഒരൊറ്റ തെറിപ്പിക്കലാ ശ്വാസകോശം. ഒരു സാധനം ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ടേക്ക് കാറ്റല്ലാതെ, വായു അല്ലാതെ ഒരു സാധനം ശ്വാസകോശത്തിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകാൻ അങ്ങ് തുനിഞ്ഞ ഒരു ഭക്ഷണം അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയത്, അത് തെറിപ്പിക്കല. ഒരു കാറ്റ് ശക്തിയിൽ വന്നിട്ട് അടിച്ചട് തെറിപ്പിക്കും. ആ തെറിക്കലാണ് നെറുവിൽ കയറുക, തരിപ്പ് പോകാന്നൊക്കെ പറയുമല്ലോ. ആ അടിക്കെല്ലാം അങ്ങോട്ട് കയറുകയാണ്. അത് കയറുമ്പോൾ ചുമയുണ്ടാവും. ചുമക്കുന്നത് എന്തിനാ? ഇത് കയറിയിട്ട് അടഞ്ഞിന്നാ പറ്റുമോ? മൂക്കിൻ്റെ ഉള്ളിൽ അടഞ്ഞിന്നാ പിന്നെ ശ്വാസം കിട്ടൂല. അപ്പോൾ ചുമച്ചെങ്കിലേ ആ മൂക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ശ്വാസകോശപ്പം അടിച്ച് തെറിപ്പിച്ചിട്ട് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് പുറത്തേക്ക് വരാൻ വേണ്ടി ചുമക്കുമ്പോൾ അത് പുറത്തേക്ക് വരും. എന്തൊക്കെ സംവിധാനങ്ങളാണ് പടച്ചറബ് സംവിധാനിച്ചത്, ആലോചിച്ചൊക്കെ നിങ്ങൾ. എല്ലാം അങ്ങനെയാണ്. 5 ലിറ്റർ രക്തമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഏകദേശം 5 ലിറ്റർ രക്തമുണ്ട്. ഹൃദയമാണെങ്കിൽ ഗർഭാശയത്തിൽ വെച്ച് 22 ദിവസം വളർച്ചയെത്തുന്ന സമയം മുതൽ മിടിച്ചു തുടങ്ങും. ഏതുവരെ? മരിക്കുന്നത് വരെ അത് മിടിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. രക്തക്കുഴലുകൾ എത്ര നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് അറിയോ? 1,00,000 കിലോമീറ്ററാണ്. എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിൽ മാത്രം 1,00,000 കിലോമീറ്റർ രക്തക്കുഴലുണ്ട്. ആ രക്തക്കുഴലുകളൊക്കെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒന്നിൻ്റെ പിന്നാലെ ഒന്നിനോട് ചേർത്ത് അങ്ങനെ നീളത്തിൽ അങ്ങ് വെച്ചാൽ 1,00,000 കിലോമീറ്റർ ഉണ്ടാവും. ആലോചിച്ച് നോക്കി നിങ്ങൾ.
അപ്പോൾ 1,00,000 കിലോമീറ്ററാണ് നമ്മുടെ ശരീരത്തിൽ, ഒരു മനുഷ്യ ശരീരത്തിലുള്ള രക്തക്കുഴലുകളുടെ നീളം. അത് പലയിടത്തേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമൊക്കെ ആക്കിയിട്ട് തിരിച്ചും മറച്ചും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്ത് അത്ഭുതമാണ് ഇതൊക്കെ, പറഞ്ഞാൽ തീരില്ല. അത്രയും അത്ഭുതകരമാണ് മനുഷ്യ സൃഷ്ടി. അതാ പടച്ചോൻ പറഞ്ഞത്, വഫീ ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിയിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിട്ടുള്ള ജീവജാലങ്ങൾ, എന്തൊക്കെ ജീവജാലങ്ങൾ, വാഹനമായി ഉപയോഗിക്കാൻ വേണ്ടത്, ഭക്ഷണമായി ഉപയോഗിക്കാൻ വേണ്ടത് അങ്ങനെ, പാലിന് വേണ്ടിയുള്ളത് അങ്ങനെ, രോമത്തിന് വേണ്ടിയുള്ള മൃഗങ്ങൾ അങ്ങനെ, മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്ന മൃഗങ്ങൾ അങ്ങനെ, മനുഷ്യനോട് ഇണങ്ങാതെ കാട്ടിൽ നിൽക്കേണ്ട മൃഗങ്ങൾ അങ്ങനെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്തൊക്കെ പടച്ച റബ്ബ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന, അതാ പടച്ചോൻ പറയുന്നത്. വഫീ ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിയിലുമുണ്ട്, വമാ യബ്സു മിൻ ദാബത്തിൻ, ജീവികളായി അവൻ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളിലുമുണ്ട്, ആയാത്തിൽ ലിഖൗമി യുഖിനൂൻ, നല്ല ഉറച്ച വിശ്വാസമുള്ളവർക്ക് തെളിവുകൾ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ചില സൂചനകളാണ് നൽകിയത്. ബാക്കി നിങ്ങൾ പഠിച്ചോളി. ബാക്കി ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ, പഠിതാക്കൾ കൂടുതൽ വായിച്ച് പഠിച്ചോളി. നന്മക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി നമ്മളെ സമയം. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടെത്തി. കേട്ടോ, ദീർഘമാണ്, പറഞ്ഞാൽ വിശദീകരിച്ചാൽ തീരൂല, ഞാനതിലൂടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 4 ആയത്തുകളിൽ അവസാനിപ്പിക്കുക. ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ ആകാശഭൂമികളെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ചൊക്കെ പറയുന്നത്, ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടിയില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ പഠിക്കുക. അള്ളാഹു ഇതൊക്കെ കണ്ടറിഞ്ഞ്, അള്ളാഹുവിൻ്റെ തെളിവുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടറിഞ്ഞ് അവ മനസ്സിലാക്കി ഏകനായ അള്ളാഹുവിനെ കണ്ടെത്തി ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, മുത്തഖികളായി, മുഅ്മിനുകളായി, യഖീനുറപ്പുള്ളവരായി, മുത്തഖികളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യത്തിൽ അവൻ്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.